ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻസ് ഓണർ. നമ്മൾ ഇന്ന് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മൾ ഓൾറെഡി ടിഷ്യൂസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അനാറ്റമി ഫസ്റ്റ് ചാപ്റ്ററിലെ. അതിനകത്ത് നമ്മൾ മെയിൻലി 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. അതിൽ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ എടുത്തു. ഇന്ന് നമ്മൾ ബാക്കിയുള്ള കണക്റ്റീവ് ടിഷ്യൂ, പിന്നെ മസ്കുലർ ടിഷ്യൂ, അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന വേറൊരു 2 കുഞ്ഞു ടോപ്പിക്കുകളാണ് മെംബ്രെയിൻസ് ആൻഡ് ഗ്ലാൻസ്. അതൊരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ കഴിയും. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ഈ വീഡിയോയോട് കൂടെ നമ്മുടെ ഫസ്റ്റ് അനാറ്റമി ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനു മുന്നേ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ടെക്സ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളത്. ഇതാണ് ഞാനിപ്പോ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ്. നേരത്തെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് അനാറ്റമി ക്ലാസ്സിന്റെ റോസ് ആൻഡ് വിൽസന്റെ ടെക്സ്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. 13th എഡിഷൻ ആണ് ഞാൻ ഇപ്പം യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് കുറച്ച് എന്താ പറയാ, നിങ്ങളിപ്പോ ബിഗിനർ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ ബുക്ക് വാങ്ങിച്ച് പഠിക്കണം എന്ന് ഞാൻ പ്രിഫർ ചെയ്യില്ല. പക്ഷെ ഞാൻ ഇതിനകത്തുനിന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യേണ്ടെന്ന് ഒരിക്കലും പറയില്ല. യൂസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാം ഫുൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിൽ കൊടുത്തിരിക്കണം. അപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ, ഞാനൊക്കെ എന്റെ ഫസ്റ്റ് ഇയറിൽ ഈ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ തന്നെ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇത് നോക്കിയാൽ എനിക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ ടൈമിലൊക്കെ നമ്മളിത് ആദ്യമായിട്ട് കാണുമ്പം ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് അല്ലാത്ത അനാറ്റമി ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ക്ലാസ് എടുത്ത് ഞാനിപ്പോൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. സോ നമുക്ക് കണക്റ്റീവ് ടിഷ്യൂവിൽ നോക്കാം. എന്താണ് കണക്റ്റീവ് ടിഷ്യൂ? ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂ ഇൻ ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിലുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു ടിഷ്യൂ എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. The cells in this tissue are more widely separated from each other than in epithelial tissue. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂവിനേക്കാളും ഈ കണക്റ്റീവ് ടിഷ്യൂലുള്ള സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറെ സെപ്പറേറ്റഡ് ആണ്. എല്ലാ സെൽസുകളും വളരെ സെപ്പറേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്തായിരുന്നു, എല്ലാം തിക്കായിട്ട് ടുഗെദർലി ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടായിരുന്നത്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ സെൽസും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം. ദ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ്, നമുക്ക് ഈ ടിഷ്യൂവിന്റെ ഉള്ളിൽ ഒരു ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസ് കാണാൻ പറ്റും. ആ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് മെട്രിക്സ്. ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസ് എന്താണ്? ഇന്റർ മീൻസ് ഇൻസൈഡ്, സെല്ലുലാർ മീൻസ് സെൽ. സോ സെല്ലിന്റെ ഉള്ളിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും. ആ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് മെട്രിക്സ്. ഈ കണക്റ്റീവ് ടിഷ്യൂവിൽ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ലാർജ് എമൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ദർ ആർ യൂഷ്വലി fibers present in the matrix which may be a semi-solid jelly-like consistency or ഡെൻസ് ആൻഡ് റിജിഡ്. അതായത് നമുക്ക് ഈ മെട്രിക്സിന്റെ ഉള്ളില് ഫൈബേഴ്സും കാണാൻ സാധിക്കും. ആ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. പിന്നെ ദ ഫൈബേഴ്സ് ഫോം എ സപ്പോർട്ടിംഗ് നെറ്റ്വർക്ക് ടു ദ സെൽസ്. അതായത് സെൽസിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിംഗ് നെറ്റ്വർക്ക് കൊടുക്കുന്നത് ഈ ഫൈബേഴ്സ് ആണ്. മെട്രിക്സിന്റെ ഉള്ളിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന ഫൈബേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസിന്റെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ബൈൻഡിങ് ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്. എല്ലാ സെൽസുകളെയും ബൈൻഡ് ചെയ്യിപ്പിക്കുക, അതായത് ഒരുമിച്ചാക്കി വെക്കുക. അതേപോലെ തന്നെ സ്ട്രക്ചറലി ഒരു സപ്പോർട്ട് കൊടുക്കുന്നതെല്ലാം കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മുടെ ബോഡിക്ക്. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ട്രാൻസ്പോർട്ടേഷനും കണക്റ്റീവ് ടിഷ്യൂ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഇൻസുലേഷനും. സോ ദീസ് ആർ ദ 4 മേജർ ഫങ്ഷൻസ് ഓഫ് എ കണക്റ്റീവ് ടിഷ്യൂ. നെക്സ്റ്റ് നമുക്ക് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഉള്ളിൽ വരുന്ന കുറച്ച് സെൽസുകളുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സെൽസുകളുണ്ട്. ആ സെൽസ് ഏതൊക്കെയാന്ന് നോക്കാം. ദ റേഞ്ച് ഓഫ് സെൽ ടൈപ്സ് ഇൻവോൾവ്ഡ് ഇൻക്ലൂഡ്സ് ഫൈബ്രോബ്ലാസ്റ്റ്, ഫാറ്റ് സെൽസ്, മാക്രോഫേജസ്, ല്യൂക്കോസൈറ്റ്സ് ആൻഡ് മാസ്റ്റ് സെൽസ്. ഇതൊക്കെയാണ് നമുക്ക് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന സെൽസുകൾ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈബ്രോബ്ലാസ്റ്റ്. ഓക്കെ, ഫൈബ്രോബ്ലാസ്റ്റ് ആർ ലാർജ് സെൽസ് വിത്ത് ഇറഗുലർ പ്രോസസ്സസ്. അതായത് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സെൽസുകളാണ് അത്. വിത്ത് ഇറഗുലർ പ്രോസസ്സസ് they manufacture collagen and elastic fibers and a matrix of extracellular material. ഈ ഫൈബ്രോബ്ലാസ്റ്റുകളാണ് കൊളാജൻ, അതേപോലെ തന്നെ
ഇലാസ്റ്റിക് ഫൈബേഴ്സ്, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്, ഇതെല്ലാം സെക്രീറ്റ് ചെയ്യിക്കുന്നത് ഈ ഫൈബ്രോബ്ലാസ്റ്റുകളാണ്. Very fine collagen fibers, sometimes called reticulin fibers, are found in highly active tissues such as liver and reticular tissue. ഈ ഹൈലി ആക്റ്റീവ് ടിഷ്യൂസ്, അതായത് ലിവർ, അതേപോലെ റെറ്റിക്കുലർ ടിഷ്യൂ, അതിലൊക്കെയാണ് നമുക്ക് ഈ വളരെ ഫൈൻ ആയിട്ടുള്ള ചെറിയ ചെറിയ കൊളാജൻ ഫൈബേഴ്സ് നമുക്ക് ലിവറിലൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് സെൽ എന്ന് പറയുന്നത് ഫാറ്റ് സെൽസ് ആണ്. ഫാറ്റ് സെൽസിന് നമ്മൾ വേറെ പറയുന്ന ഒരു പേരാണ് അഡിപ്പോസൈറ്റ്സ്. ഈ സൈറ്റ്സ് നമ്മൾ CYTES സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെൽസ്. ഓക്കെ, സോ ഫാറ്റ് സെൽസിനെ നമ്മൾ വേറെ പറഞ്ഞ പേരാണ് അഡിപ്പോസൈറ്റ്സ്. ഓക്കെ, അഡിപ്പോ മീൻസ് ഫാറ്റ്, സൈറ്റ് മീൻസ് സെൽ, സോ ഫാറ്റ് സെൽസ് ഇസ് ഓൾസോ നോൺ ആസ് adipocytes. These cells occur singly or in group in many types of connective tissue and are especially abundant in adipose tissue. Adipose tissue എന്ന് പറയുന്നതൊക്കെ ഒരു കണക്റ്റീവ് ടിഷ്യൂന്റെ ഒരു ടൈപ്പാണ്, അത് നമുക്ക് പഠിക്കാം. അടുത്തത് മാക്രോഫേജസ് ആണ്. മാക്രോഫേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ലാർജ് ഇറഗുലർ ഷേപ്ഡ് സെൽസ് വിത്ത് ഗ്രാന്യൂൾസ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തില് ഈ ഒത്തിരി കാണാൻ സാധിക്കുന്ന ഒരു ലാർജ് ഇറഗുലർ ഷേപ്ഡ് ആയിരിക്കും ഈ മാക്രോഫേജ് എന്ന് പറയുമ്പോൾ. ഇനി ഈ മാക്രോഫേജസ് സെൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഇത് ചെയ്യുന്നുണ്ട്. അതായത് ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ബോഡിയിൽ വല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് അങ്ങനെ എന്തെങ്കിലും കയറുകയാണെങ്കിൽ ഈ മാക്രോഫേജസ് ആയിരിക്കും ഏറ്റവും മെയിൻലി അവിടെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്, അതായത് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അടുത്തത് ല്യൂക്കോസൈറ്റ്സ്. ല്യൂക്കോസൈറ്റ്സ് ഇസ് നത്തിങ് ബട്ട് വൈറ്റ് ബ്ലഡ് സെൽസ്. ദീസ് ആർ നോർമലി ഫൗണ്ട് ഇൻ നമ്പേഴ്സ് ഇൻ ഹെൽത്തി കണക്റ്റീവ് ടിഷ്യൂ. അതായത് ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഹെൽത്തി കണക്റ്റീവ് ടിഷ്യൂവിൽ നമുക്ക് ഈ ല്യൂക്കോസൈറ്റ്സ് കാണാൻ സാധിക്കും. ഇനി ഈ ല്യൂക്കോസൈറ്റ്സിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ അല്ല നമ്മൾ അടുത്തൊരു വേറൊരു ചാപ്റ്ററിലുണ്ട്, ആ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. അടുത്ത ടൈപ്പ് ഓഫ് സെല്ലാണ് മാസ്റ്റ് സെൽ. ദീസ് ആർ സിമിലർ ടു ബേസോഫിൽ ല്യൂക്കോസൈറ്റ്സ്. ദേ ആർ ഫൗണ്ട് ഇൻ ലിവർ ആൻഡ് സ്പ്ലീൻ ആൻഡ് കൺസിഡറബിളി റൗണ്ട് ബ്ലഡ് സെൽസ്. അതായത് നമുക്ക് ഈ മാസ്റ്റ് സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് very similar to leukocytes, and this mast cells we can see in liver, spleen and blood vessels in the around നമുക്ക് ഈ mast cells കാണാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ടൈപ്സുകളാണ്. ഒത്തിരി ടൈപ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ. This is the most generalized type of connective tissue. This is the most common type of connective tissue. The matrix is semi-solid with many fibroblasts and some fat cells, mast cells and macrophages widely separated by elastic and collagen fibers. അതായത് ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു സെമി സോളിഡ് ആയിട്ടുള്ള മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിൽ നമുക്ക് ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ്, ഫാറ്റ് സെൽസുകൾ, നമ്മൾ പഠിച്ച എല്ലാ ടൈപ്പ് ഓഫ് സെൽസും നമുക്ക് ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ കാണാൻ സാധിക്കും. ആ ഓരോ സെൽസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ആൻഡ് കൊളാജൻ ഫൈബേഴ്സ് വെച്ചിട്ടാണ്. ആൻഡ് നമുക്ക് ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾമോസ്റ്റ് എവറി പാർട്ട് ഓഫ് ദ ബോഡി, പ്രൊവൈഡിങ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്. നമ്മുടെ ബോഡിക്ക് ഒരു ടെൻസൈൽ സ്ട്രെങ്ത്, ഒരു ഇലാസ്റ്റിസിറ്റി എല്ലാം കൊടുക്കുന്നത് ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി നമുക്ക് ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എവിടെ കാണാൻ സാധിക്കും നോക്കാം. അണ്ടർ ദ സ്കിൻ, ബിറ്റ്വീൻ മസിൽസ്, സപ്പോർട്ടിംഗ് ബ്ലഡ് വെസൽസ് ആൻഡ് nerves, in the alimentary canal, in gland supporting secretory cells. ഇവിടെയൊക്കെയാണ് നമുക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കാണാൻ സാധിക്കുക. ഒന്നും കൂടെ പറയാം. അണ്ടർ ദ സ്കിൻ, ബിറ്റ്വീൻ മസിൽസ്, സപ്പോർട്ടിംഗ് ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ്, in the alimentary canal, in glands supporting secretory cells. ഇതാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോ മീൻസ് ഫാറ്റ്, tissue means tissue, so adipose tissue means a group of cells, so adipose tissues means it is a group of fat cells. Okay, adipose tissue consists of fat cells containing large fat globules in a matrix of areolar tissue. അതായത് ഈ അഡിപ്പോസ് ടിഷ്യൂല് മെയിൻലി ഫാറ്റ് സെൽസുകളാണുള്ളത്. അവിടെ ലാർജ് ആയിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസുകൾ, അതായത് ഓരോ പോർഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുമ്പം പിന്നെയും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്. White adipose tissue and brown adipose tissue. White adipose tissue, this makes up 20 to 25% of body weight in adults with a normal body mass index. Body mass index വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ബോഡി നമ്മൾ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാൽക്കുലേഷൻ ആണ് ബോഡി മാസ് ഇൻഡെക്സ്, BMI. ആ ഒരു BMI നമുക്ക് ഒരു നോർമൽ BMI ഉള്ള ആൾക്കാർക്ക്
അവരുടെ ബോഡി വെയിറ്റിന്റെ 20 to 25% എന്ന് പറയുന്നത് ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഈ ഒബേസ് ആയിട്ടുള്ള പേഷ്യൻസ്, അതായത് ഒബേസ് വളരെ ഭയങ്കര വണ്ണമുള്ള ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിരിക്കും. അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള, നോർമൽ വെയിറ്റിനേക്കാളും താഴെയുള്ള വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അത് ലെസ് എമൗണ്ടിലായിരിക്കും കാണാൻ സാധിക്കാം. ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണും സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിഡ്നീസിൽ, അതേപോലെ തന്നെ ഐബോൾസ്, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഓക്കെ, ഇനി ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ എന്താ നോക്കാം. ദിസ് ഹാസ് മോർ മൈറ്റോകോൺട്രിയ ആൻഡ് മോർ എക്സ്റ്റെൻസീവ് കാപ്പിലറി നെറ്റ്വർക്ക് ദാൻ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ. വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂവിനേക്കാളും ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂല് ഒത്തിരി മൈറ്റോകോൺട്രിയാസ് ഉണ്ട്, അതേപോലെ തന്നെ ഡെൻസ് ആയിട്ടുള്ള കാപ്പിലറി നെറ്റ്വർക്ക്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴും ഈ ഉള്ളൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും ഒത്തിരി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മുടെ ന്യൂ ബോൺ ഇൻഫൻസിനെല്ലാം ബോഡി എപ്പോഴും വാം ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ബോഡിയിൽ എപ്പോഴും ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ആണ് ബ്രേക്ക് ഡൗൺ ആവുക. ഈ അഡൽട്ടില് വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും സ്മോൾ എമൗണ്ടിലായിരിക്കും കാണാൻ സാധിക്കുക. ആൻഡ് ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ അപ്പർ ചെസ്റ്റ് ആൻഡ് നെക്ക് ഏരിയാസ്. അവിടെയൊക്കെയാണ് നമുക്ക് ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ അഡൽട്ടിൽ കാണാൻ സാധിക്കുക. ഇതാണ് അഡിപ്പോസ് ടിഷ്യൂ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് റെറ്റിക്കുലർ ടിഷ്യൂ. റെറ്റിക്കുലർ ടിഷ്യൂ ഹാസ് എ സെമി സോളിഡ് മെട്രിക്സ് വിത്ത് ഫൈൻ ബ്രാഞ്ചിങ് റെറ്റിക്കുലൻ ഫൈബേഴ്സ്. റെറ്റിക്കുലർ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെമി സോളിഡ് മെട്രിക്സ് ആണ്. അതിനകത്ത് വളരെ ഫൈൻ ആയിട്ടുള്ള, വളരെ തിൻ ആയിട്ടുള്ള റെറ്റിക്കുലൻ ഫൈബേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. റെറ്റിക്കുലർ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്തുണ്ടാവും, റെറ്റിക്കുലർ സെൽസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് വൈറ്റ് ബ്ലഡ് സെൽസും കാണാൻ സാധിക്കും. പിന്നെ റെറ്റിക്കുലർ ടിഷ്യൂ നമുക്ക് എവിടെ കാണാൻ സാധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ലിംഫ് നോഡ്സ് ആൻഡ് ലിംഫാറ്റിക് ഓർഗൻസ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് റെറ്റിക്കുലർ ടിഷ്യൂ. Next type of connective tissue is dense connective tissue. This contains more fibers and fewer cells than loose connective tissue. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽസിനേക്കാളും കൂടുതൽ ഫൈബേഴ്സ് ആയിരിക്കും ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ കാണാൻ സാധിക്കാം. ഓക്കെ, ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ രണ്ട് ടൈപ്സ് ഉണ്ട്, ഫൈബ്രസ് ടിഷ്യൂ ആൻഡ് ഇലാസ്റ്റിക് ടിഷ്യൂ. Fibrous tissue is made up mainly of closely packed bundles of collagen fibers with very little matrix. വളരെ ചെറിയ മെട്രിക്സിൽ നമുക്ക് ഒത്തിരി എമൗണ്ട് ഓഫ് ഒരു ബണ്ടിൽ ഓഫ് കൊളാജൻ ഫൈബേഴ്സ് ആയിരിക്കും നമുക്ക് ഈ ഫൈബ്രസ് ടിഷ്യൂവിൽ കാണാൻ സാധിക്കാം. ഫൈബ്രോസൈറ്റ്സ് ആർ ഫ്യൂ ഇൻ നമ്പർ. ഫൈബ്രോസൈറ്റ്സ് വളരെ കുറവായിരിക്കും. ആൻഡ് ലൈ ഇൻ റോസ് ബിറ്റ്വീൻ ദ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. ഫൈബർ ബണ്ടിൽസിന്റെ ഇടകളിലായിരിക്കും നമുക്ക് ഫൈബ്രോസൈറ്റ്സ്, അതായത് ഫൈബർ സെൽസ് കാണാൻ സാധിക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് ടിഷ്യൂ എന്താ നോക്കാം. ഇലാസ്റ്റിക് ടിഷ്യൂ ഇസ് കേപ്പബിൾ ഓഫ് കൺസിഡറബിൾ എക്സ്റ്റൻഷൻ ആൻഡ് റീകോയിൽ. എക്സ്റ്റൻഷനും റീകോയിലിനും വേണ്ടി സഹായിക്കുന്നത് ഈ ഇലാസ്റ്റിക് ടിഷ്യൂ ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓർഗൻസ് where stretching or alteration of shape is required. For example, in large blood vessel walls, the trachea, bronchi and lungs, അവിടെയൊക്കെയാണ് നമുക്ക് ഇലാസ്റ്റിക് ടിഷ്യൂ കാണാൻ സാധിക്കാം. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് ബ്ലഡ്. ബ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോഡിയിൽ നമുക്ക് എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ഓക്കെ, ബ്ലഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്, അപ്പൊ പഠിക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ്. കാർട്ടിലേജ് ഇസ് ഫേമർ ദാൻ അതർ കണക്റ്റീവ് ടിഷ്യൂ. എല്ലാ കണക്റ്റീവ് ടിഷ്യൂവിനേക്കാളും കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ വളരെ ഫേം ആണ്. വളരെ സ്ട്രക്ചറിലൊക്കെ നമുക്ക് എന്താ പറയാ, ഒരു നമുക്ക് വളരെ എന്താ പറയാ ഭയങ്കര ഫേം ആയിട്ടായിരിക്കും നമുക്ക് ഒരു ഇംപെർഫെക്ഷൻസ് ഉണ്ടാവില്ല. അത്രയും നല്ലതായിട്ടായിരിക്കും നമുക്ക് കാർട്ടിലേജ് ടിഷ്യൂ ബാക്കിയുള്ള കണക്റ്റീവ് ടിഷ്യൂവിനേക്കാളും വിസിബിൾ ആയിരിക്കാം. ദ സെൽസ്, ഈ കാർട്ടിലേജിലുള്ള സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ പറയുന്ന പേരാണ് കോൺഡ്രോസൈറ്റ്സ്. ഓക്കെ, the cells chondrocytes are sparse and lie embedded in matrix reinforced by collagen and elastic fibers. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ കോൺഡ്രോസൈറ്റ്സ് നമുക്ക് മെട്രിക്സിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കൊളാജനും ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് വെച്ചിട്ടാണ്. ഈ കാർട്ടിലേജ് പിന്നെയും 3 ടൈപ്സ് ഉണ്ട്. ഹയാലിൻ കാർട്ടിലേജ്, ഫൈബ്രോ കാർട്ടിലേജ്, ഇലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹയാലിൻ കാർട്ടിലേജ് ആണ്. ഹയാലിൻ കാർട്ടിലേജ്, the chondrocytes in this tissue are arranged in small groups within cell nest and bluish white matrix is solid and smooth. അതായത് ഈ ഹയാലിൻ കാർട്ടിലേജില് കോൺഡ്രോസൈറ്റ്സ് നമുക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പ് ഓഫ് സ്മോൾ ഗ്രൂപ്പുകളിലായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബ്ലൂയിഷ് വൈറ്റ് മെട്രിക്സ് ആയിരിക്കും ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ടാവുക. അത് വളരെ
സോളിഡ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് അപ്പിയറൻസിലായിരിക്കും നമുക്ക് ഇവിടുത്തെ മെട്രിക്സ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഈ ഹയാലിൻ കാർട്ടിലേജ് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി, സപ്പോർട്ട് ആൻഡ് സ്മൂത്ത് സർഫസ് ഫോർ മൂവ്മെന്റ് ഓഫ് ജോയിന്റ്സ്. ഓക്കെ, ജോയിന്റ്സിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടും അതേപോലെ സ്മൂത്ത് സർഫസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഹയാലിൻ കാർട്ടിലേജ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫൈബ്രോ കാർട്ടിലേജ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡെൻസ് മാസസ് ഓഫ് വൈറ്റ് collagen fibers in a matrix similar to that of hyaline cartilage. hyaline cartilage പോലെ തന്നെ നമുക്കൊരു മെട്രിക്സ് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഒത്തിരി ഡെൻസ് എമൗണ്ട് ഓഫ് വൈറ്റ് കൊളാജൻ ഫൈബേഴ്സ് ആയിരിക്കും നമുക്ക് ഈ ഫൈബ്രോ കാർട്ടിലേജിൽ കാണാൻ പറ്റുക. ദറ്റ് ഈസ് ടഫ്, സ്ലൈറ്റ്ലി ഫ്ലെക്സിബിൾ, സപ്പോർട്ടിംഗ് ടിഷ്യൂ. ഇതൊരു ടഫ് ആണ്, വളരെ ഒരു ഹാർഡ് ആയിട്ടുള്ളതാണ്. ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി മാത്രമായിരിക്കും ഈ ഫൈബ്രോ കാർട്ടിലേജിന് ഉണ്ടാവുക. അടുത്തതാണ് ഇലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജ്. ദിസ് ഫ്ലെക്സിബിൾ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് യെല്ലോ ഇലാസ്റ്റിക് ഫൈബേഴ്സ് ലൈങ് ഇൻ എ സോളിഡ് മെട്രിക്സ് വിത്ത് കോൺട്രോസൈറ്റ്സ് ലൈങ് ബിറ്റ്വീൻ ദ ഫൈബേഴ്സ്. അതായത് നമുക്ക് ഈ ഇലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജിൽ നമുക്ക് ഒരു യെല്ലോ ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആയിരിക്കും കാണാൻ സാധിക്കുക. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതാണ് കാർട്ടിലേജ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. അടുത്ത ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോൺ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ബോൺ സെൽസ്, അതായത് ബോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ബോൺ സെൽസ് ആണ്. ബോൺ സെൽസിന് നമ്മൾ വേറെ പറയുന്ന പേരാണ് ഓസ്റ്റിയോസൈറ്റ്സ്. ഓക്കെ, ഓസ്റ്റിയോസൈറ്റ്സ് is surrounded by a matrix of collagen fibers strengthened by inorganic salt, especially calcium and phosphate. ഇത് നമുക്ക് ബോണില് കാൽഷ്യം ഫോസ്ഫേറ്റുകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക. ആ ബോൺ സെൽസുകളെ ഫുൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സോൾട്ടുകളാണ്, ഇൻഓർഗാനിക് സോൾട്ടുകളായിട്ടുള്ള കാൽഷ്യവും അതേപോലെ തന്നെ ഫോസ്ഫേറ്റും ആണ്. This provides bonds with their characteristic strength and rigidity. നമ്മുടെ ബോണ്ടിന് ഈ കാൽഷ്യം അതേപോലെ ഫോസ്ഫേറ്റ് ഒക്കെയാണ് ഒരു സ്ട്രെങ്ത്തും റിജിഡിറ്റി ഒക്കെ കൊടുക്കുന്നത്. സോ ബോണ്ടിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വേറെ അടുത്ത ചാപ്റ്ററുകൾ സ്കെൽറ്റൽ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാം. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് connective tissue. First one is loose connective tissue. Next is adipose tissue, reticular tissue, dense connective tissue, blood, cartilage and bone. So this is all about connective tissue. ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്കുലർ ടിഷ്യൂ ആണ്. This tissue is able to contract and relax. ഈ മസ്കുലർ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പ്രൊവൈഡിങ് മൂവ്മെന്റ് വിത്തിൻ ദ ബോഡി ആൻഡ് ഓഫ് ദ ബോഡി ഇറ്റ്സെൽഫ്. നമ്മുടെ മസിൽ ടിഷ്യൂ ആണ് നമ്മുടെ ബോഡിക്ക് മൂവ്മെന്റ് കൊടുക്കുന്നതും നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള മൂവ്മെന്റ് അതുപോലെ പുറത്തേക്കുള്ള മൂവ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് ഈ മസിൽ ടിഷ്യൂസ് ആണ്. ഓക്കെ, ഈ മസിൽ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 3 ടൈപ്സ് ഉണ്ട്. സ്കെൽറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയക് മസിൽ. സ്കെൽറ്റൽ മസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും പിക്ചർ സൈഡിൽ കൊടുത്തേക്കാം. സ്കെൽറ്റൽ മസിൽ, ദിസ് ടൈപ്പ് is described as skeletal because it forms those muscles that moves the bones. അതായത് നമ്മുടെ ബോൺസിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മസിലാണ് ഈ സ്കെൽറ്റൽ മസിൽ. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു സ്കെൽറ്റൽ എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ സ്കെൽറ്റൽ മസിൽ മെയിൻലി സ്ട്രയേഷൻസ് നമുക്ക് ഇതിനകത്ത് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു സ്ട്രൈപ്സ്, ഓക്കെ, സ്ട്രൈപ്പുകൾ പോലെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കെൽറ്റൽ മസിൽ ഇറ്റ് ഇസ് എ സ്ട്രയേറ്റഡ് മസിൽ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇറ്റ് ഈസ് വോളണ്ടറി ആസ് ഇറ്റ്സ് അണ്ടർ കോൺഷ്യസ് കൺട്രോൾ. അതായത് നമുക്ക് കോൺഷ്യസ് നമ്മുടെ ബോഡിക്ക് നമുക്ക് തന്നെ ഈ സ്കെൽറ്റൽ മസിലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പൊ നമുക്ക് ബ്രീത്തിങ്, നമുക്ക് എപ്പോൾ ശ്വാസം എടുക്കണമെന്ന് വേണമെങ്കിലും നമുക്കത് ബ്രീത്തിങ് ചെയ്യാൻ പറ്റും. അതേപോലെ റൈറ്റിംഗ്, സൈക്ലിംഗ്, ജമ്പിങ്, ഇതൊക്കെ നമ്മൾ വോളണ്ടറി കൺട്രോളിൽ വരുന്നതാണ്. അതിനൊക്കെ സഹായിക്കുന്നത് ഈ സ്കെൽറ്റൽ മസിലാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മസിൽ ടിഷ്യൂ ഇസ് കോൾഡ് സ്മൂത്ത് മസിൽ. Smooth muscle is described as a non-striated, visceral or involuntary. അതായത് ഇവിടെ നമുക്ക് സ്മൂത്ത് മസിൽ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സ്മൂത്ത് ആയിരിക്കും, അവിടെ സ്ട്രയേഷൻസ് അതായത് ആ സ്ട്രൈപ്സ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇൻവോളണ്ടറി ആയിരിക്കും, നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഫങ്ഷൻസുകളൊക്കെ ആയിരിക്കും ഈ സ്മൂത്ത് മസിൽസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാവാം. അതായത് പെരിസ്റ്റാൾസിസ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ റെഗുലേഷൻ, എല്ലാ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള എല്ലാ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ സ്മൂത്ത് മസിൽസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ട് വാളിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദിസ് ഇസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഹാർട്ട് വാൾ. ഇറ്റ് ഈസ് നോട്ട് അണ്ടർ കോൺഷ്യസ് കൺട്രോൾ, ബട്ട് when viewed under a microscope, cross stripes striations characteristic of skeletal muscle can be seen. അതായത് ഈ കാർഡിയക് മസിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹാർട്ടിന്റെ വാളിൽ മാത്രമാണ് ഈ കാർഡിയക് മസിൽ കാണാൻ സാധിക്കുള്ളൂ.
അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിക് ഒരു എക്സാമിനേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ക്രോസ് സ്ട്രയേഷൻസ് കാണാൻ സാധിക്കും. സോ അതാണ് നമ്മുടെ കാർഡിയാക് മസിൽ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടിഷ്യൂസ്. സോ നമ്മൾ മെയിൻലി നമ്മൾ 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ, പിന്നെ ഇപ്പൊ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ പഠിച്ചു, മസ്കുലർ ടിഷ്യൂ പഠിച്ചു, ലാസ്റ്റ് ക്ലാസ് നമ്മൾ നെർവസ് ടിഷ്യൂ പഠിച്ചു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടിഷ്യൂ. ഇനി നമുക്ക് വരുന്ന ചെറിയ 2 ടോപ്പിക്സുകളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്, മെംബ്രെയിൻസ് ആൻഡ് ഗ്ലാൻസ്. ഓക്കെ, മെംബ്രെയിൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ടൈപ്സ് മെംബ്രെയിൻസ് ഉണ്ട്, എപ്പിത്തീലിയൽ മെംബ്രെയിൻസ് ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ. എപ്പിത്തീലിയൽ മെംബ്രെയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് മെംബ്രെയിൻസ് ആർ ഷീറ്റ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആൻഡ് സപ്പോർട്ടിംഗ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് കവർ ഓർ ലൈൻ മെനി ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓർ കാവിറ്റീസ്. ഒത്തിരി ഇന്റേണൽ സ്ട്രക്ചേഴ്സും നമ്മുടെ ബോഡിയിലെ കാവിറ്റീസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത് എപ്പിത്തീലിയൽ മെംബ്രെയിൻ വെച്ചിട്ടാണ്. ഈ എപ്പിത്തീലിയൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. ഓക്കെ, മ്യൂക്കസ് മെംബ്രെയിൻ, സെറസ് മെംബ്രെയിൻ ആൻഡ് സ്കിൻ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. അത് നമുക്കറിയാം നമ്മുടെ അലിമെന്ററി കനാല്, റെസ്പിറേറ്ററി സിസ്റ്റം, അതേപോലെ തന്നെ ജെനിറ്റോ യൂറിനറി ട്രാക്ട്, അവിടെ എല്ലാം നമുക്ക് ഈ മ്യൂക്കസ് മെംബ്രെയിൻ കാണാൻ സാധിക്കും. ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഒരു ചെറിയൊരു ഫ്ലൂയിഡ് പോലൊരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെ പറയുന്ന പേരാണ് the membrane consists of epithelial cells of നമ്മുടെ ഈ മ്യൂക്കസ് മെംബ്രെയിനിൽ നമുക്കൊരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് കാണാൻ സാധിക്കും, അതാണ് മ്യൂക്കോസ. ഈ മ്യൂക്കോസ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻലി ഒരു പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ ആണ് തരുന്നത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റില് നമ്മുടെ ഇപ്പം നോസിലൊക്കെ മ്യൂക്കോസ പ്രസന്റ് ആയിരിക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡീനെ അത് പ്രൊട്ടക്ട് ചെയ്യണം. അതായത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസുകളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഇൻഹലേഷൻ ചെയ്യുമ്പോൾ വരികയാണെങ്കിൽ ഈ മ്യൂക്കസ് ആയിരിക്കും നമ്മുടെ നോസില് അത് എൻഗൾഫ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടൊക്കെ മ്യൂക്കസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മ്യൂക്കസ് മെംബ്രെയിൻ. നെക്സ്റ്റ് സെറസ് മെംബ്രെയിൻ. സെറസ് മെംബ്രെയിൻ ഓർ സെറോസ. ഓക്കെ, സെറോസ എന്ന് നമ്മൾ സെറസ് മെംബ്രെയിനെ പറയും. സെക്രീറ്റ് സെറസ് വാട്ടറി ഫ്ലൂയിഡ്. ഓക്കെ, they consist of a double layer of loose areolar connective tissue lined by simple squamous epithelium. ഓക്കെ, അതായത് സെറസ് മെംബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഡബിൾ ലെയർ ആണ്. ലൂസ് ഏരിയോളർ കണക്റ്റീവ് ടിഷ്യൂ ഡബിൾ ലെയറിലാണ് നമുക്ക് ഈ സെറസ് വാട്ടറി ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെറസ് മെംബ്രെയിൻ കാണാൻ സാധിക്കാം. അതേപോലെ തന്നെ നമുക്ക് the 2 layers are separated by serous. അതായത് നമുക്ക് ഈ സെറസ് മെംബ്രെയിനിൽ 2 ലെയറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പാരൈറ്റൽ ലെയറും അതേപോലെ തന്നെ വിസറൽ ലെയറും. ഈ 2 ലെയറും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് സെറസ് ഫ്ലൂയിഡ് വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെംബ്രെയിൻ ആണ് സൈനോവിയൽ മെംബ്രെയിൻ. This membrane lines the cavities of movable joints and surrounds tendons that could be injured by rubbing against bones. അതായത് ഈ മെംബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാവിറ്റീസ്, ഓക്കെ, മൂവബിൾ ജോയിന്റ്സിന്റെയും അതേപോലെ ടെൻഡൻസിന്റെ ഒക്കെയും അവിടെ ആയിരിക്കും നമുക്ക് ഈ മെംബ്രെയിൻ കാണാൻ സാധിക്കാം. ഓക്കെ, ഇത് സൈനോവിയൽ മെംബ്രെയിൻ സെക്രീറ്റ് ക്ലിയർ സ്റ്റിക്കി ഓയിലി സൈനോവിയൽ ഫ്ലൂയിഡ് വിച്ച് ലൂബ്രിക്കേറ്റ്സ് ആൻഡ് നറിഷ് ദ ജോയിന്റ്സ്. അതായത് ഈ സൈനോവിയൽ മെംബ്രെയിൻ ആണ് ഒരു ക്ലിയർ ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഓയിലി ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോയിന്റിനെ ലൂബ്രിക്കേറ്റും നറിഷ്ഡും ആക്കും. So this is all about membrane. Membranes എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്സ് ഉണ്ട്, എപ്പിത്തീലിയൽ മെംബ്രെയിൻ ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ. എപ്പിത്തീലിയൽ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ 3 ടൈപ്സ് ഉണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ, സെറസ് മെംബ്രെയിൻ ആൻഡ് സ്കിൻ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ആണ് ഗ്ലാൻസ്. Glands are a group of epithelial cells that produce specialized secretions. Okay, glands എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് എപ്പിത്തീലിയൽ സെൽസിനെ പറയുന്ന പേരാണ് ഗ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. സ്പെഷ്യലൈസ്ഡ് സെക്രീഷൻസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. ഓക്കെ, നമുക്ക് ടൈപ്സ് ഓഫ് ഗ്ലാൻസ് പറയുമ്പോൾ 2 ടൈപ്സ് ഓഫ് ഗ്ലാൻസ് ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻസ്. Those that discharge their secretion onto the epithelial surface of hollow organs either directly or through a duct are called exocrine glands. അതായത് എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സെക്രീഷൻസ് എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ സർഫസിലായിരിക്കും സെക്രീറ്റ് ചെയ്യുക. ആ ഒരു ഡിസ്ചാർജ് ഈ എക്സോക്രൈൻ ഗ്ലാൻസ് വരുമ്പോഴത്തേ അതിന്റെ ഡിസ്ചാർജ് എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ സർഫസിലായിരിക്കും സെക്രീറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻസ്. Other glands discharge secretions into the blood and lymph. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിലേക്കോ ലിംഫിലേക്കോ ആയിരിക്കും അതിന്റെ സെക്രീഷൻസ് ഡിസ്ചാർജ് സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഗ്ലാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എപ്പിത്തീലിയൽ സെൽസിനാണ് നമ്മൾ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഗ്ലാൻസ് പറയുമ്പോഴത്തേക്കും 2 ടൈപ്സ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ
എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സെക്രീഷൻ അതിന്റെ ഒരു സെക്രീഷൻ അത് ഡിസ്ചാർജ് ആവുന്നത് എപ്പിത്തിയൽ ടിഷ്യൂന്റെ സർഫസിലായിരിക്കും. അതിനാണ് നമ്മൾ പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിലോ അല്ലെങ്കിൽ ലിംഫിലോ ഒക്കെ ആയിരിക്കും അതിന്റെ സെക്രീഷൻസ് ഡിസ്ചാർജ് ആവുന്നുണ്ടാവുക. അതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഗ്ലാൻഡ്സ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം നമ്മുടെ ബോഡിയുടെ ക്യാവിറ്റീസ്, നോർമൽ പ്ലെയിൻസ് ഓഫ് ദ ബോഡി, പിന്നെ ബോഡിയുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ബോഡി, പിന്നെ ഡിഫറെന്റ് പൊസിഷൻസ്, പിന്നെ നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സുകള്, അതേപോലെ തന്നെ സെല്ലിന്റെ സ്ട്രക്ചർ, സെൽ ഡിവിഷൻ, പിന്നെ ടിഷ്യൂസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ടിഷ്യൂസിനെ കുറിച്ചിട്ടുള്ള പഠിച്ചു, മെംബ്രെയിൻസ് പഠിച്ചു, ഗ്ലാൻഡ്സ് പഠിച്ചു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് അനാറ്റമി. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലെക്ചർ നോട്ട്സ് ആയിട്ട് നമ്മൾ നോട്ട്സുകളെല്ലാം നിങ്ങൾ എഴുതി പോവാതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം. എങ്ങനെയെങ്കിലൊക്കെ ഞാൻ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം, പക്ഷെ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാത്തത്. സോ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് എന്തായാലും ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. അപ്പൊ അതുവരെ നിങ്ങൾ ജസ്റ്റ് ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതി പഠിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയാണ്, ജസ്റ്റ് ഒന്ന് എന്നോടൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുക. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. സോ ദിസ് ഇസ് മീ ഹ്യൂമൻ സൈനിങ് ഓഫ്.